അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദഅവാനുഭവങ്ങൾ 34. മിഷനറിമാരെ പ്രതിരോധിക്കേണ്ടത് ബൈബിൾ ഉപയോഗിച്ചാണ്. 4-ാം ഭാഗം. പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള കൊള്ളക്കാരായ കോളനിക്കാരോട് ജന്മനാടിൻ്റെ മോചനത്തിനായുള്ള 4.5 നൂറ്റാണ്ടുകാലം നീണ്ട നിരന്തരമായ പോരാട്ടം വഴി സാമ്പത്തികമായി തകരുകയും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കത്തിലാവുകയും ചെയ്ത മുസ്ലിങ്ങളെ സഹായിച്ചുകൊണ്ട് ക്രൈസ്തവവൽക്കരിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് 1930-കൾക്ക് ശേഷം മലബാർ സാക്ഷ്യം വഹിക്കുന്നത്. മുസ്ലിം മലബാറിനെ ലക്ഷ്യമാക്കിയുള്ള യൂറോപ്യൻ മിഷനറി പടയുടെ സേവനത്തിൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മതം മാറ്റ പരിശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. അതിനായി വ്യത്യസ്ത സഭകളിൽപ്പെട്ട വിദേശികൾ മലബാറിലെത്തി. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ഇത് തുടർന്നു. 1950-ൽ അമേരിക്കൻ സംഘടനയായ ലൂതറൻ ചർച്ച് മിഷോറി സിനോഡ് അഥവാ LCMS നേതാവ് ഹെൻറി നൗവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മിഷനറിമാർ മലബാറിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ എത്തി. അവരോടൊപ്പം പാസ്റ്റർ PV ഡേവിഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ത്യൻ പാസ്റ്റർമാരും ചേർന്ന് മലബാറിനെ ക്രൈസ്തവവൽക്കരിക്കുന്നതിനായുള്ള സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകി. ഹെൻറി നൗവിൻ്റെ നിർദ്ദേശപ്രകാരം 1950-ൽ ആദ്യം മലബാറിലെത്തുന്നത് റവറൻ ജോൺ ഗാളും റവറൻ ഹെൻറി ഓട്ടനുമാണ്. മലബാർ മാപ്പിളമാരെക്കുറിച്ച പഠനങ്ങൾ വഴി ശ്രദ്ധേയനായ റവറൻ ഡോക്ടർ റൊളാൻഡ് E. മില്ലറും ഭാര്യ മേരി ഹെലൻ മില്ലറും മലബാറിലെത്തുന്നത് 1953-ൽ അവരുടെ പിൻഗാമികളായാണ്. മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളാക്കുന്നതിനായി ഹെൻറി നൗ രൂപകൽപ്പന ചെയ്ത പദ്ധതി നടപ്പാക്കുന്നതിന് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും മറ്റ് പാശ്ചാത്യൻ നാടുകളിൽ നിന്നുമെല്ലാം മിഷനറിമാരും ഫണ്ടുകളും മലബാറിലെത്തിയതായി മില്ലർ തൻ്റെ മലബാർ മിഷനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് സ്നേഹത്തിൻ്റെ താളക്രമം മലബാറിലേക്കുള്ള ദൗത്യം അഥവാ ദ റിഥം ഓഫ് ലവ് മിഷൻ ടു മലബാർ എന്നാണ്. മലബാറിലെ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടാണ് റൊളാൻഡ് മില്ലറുടെ നേതൃത്വത്തിലുള്ള ലൂഥറൻ മിഷനറിമാരുടെ മലബാർ മിഷൻ മുന്നോട്ടു പോയത്. കാരുണ്യ പ്രവർത്തനങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ക്രിസ്തുമതം പ്രചരിപ്പിക്കാനായി ആരംഭിച്ച മലപ്പുറം, വണ്ടൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച ഫലം നൽകിയില്ല. ആശുപത്രികളുടെയും സ്കൂളുകളുടെയുമെല്ലാം ഗുണഭോക്താക്കളായിരിക്കുമ്പോഴും അതുവഴി തങ്ങളുടെ വിശ്വാസം ചോർന്നു പോകാതിരിക്കുവാൻ മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചു വന്നതിനാൽ സമുദായത്തിൽ നിന്ന് ആരെയും മതം മാറ്റുവാൻ മിഷനറിമാർക്ക് കഴിഞ്ഞില്ല. ദീർഘകാലം ഗ്രാമീണ മുസ്ലിങ്ങൾക്കിടയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന ഒരു പാശ്ചാത്യ ഡോക്ടറുടെ അനുഭവം ഇവിടെ നിന്ന് സ്വയം പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പങ്കുവച്ചത് ഡോക്ടർ M. ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്നത് കേട്ടിട്ടുണ്ട്. സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ഗ്രാമീണർക്കിടയിൽ 2 പതിറ്റാണ്ടുകളിലധികം സേവന പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നും ക്രിസ്തുവിലേക്ക് മുസ്ലിങ്ങളുടെ മനസ്സ് നേടിയെടുക്കുവാൻ അതുവഴി എത്രത്തോളം കഴിയുന്നുണ്ടെന്നും രഹസ്യമായി പരിശോധിക്കാനായി ചിലരെ ചുമതലപ്പെടുത്തിയത്രേ. ഡോക്ടറെക്കുറിച്ച് അഭിപ്രായമാരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു മാപ്പിളപ്പെണ്ണ് പറഞ്ഞതിങ്ങനെയായിരുന്നു: തങ്കം പോലത്തെ മനുഷ്യനാണ് ഡോക്ടർ. എന്തൊരു സ്നേഹവും കരുതലുമാണ് അദ്ദേഹത്തിന്. എല്ലാം പടച്ചോൻ ഡോക്ടർക്ക് നൽകി. പണം, പത്രാസ്, തങ്കം പോലത്തെ സ്വഭാവം. പക്ഷേ എന്താ ചെയ്യുക, ഹിദായത്ത് മാത്രം കൊടുത്തില്ല. ഡോക്ടർ നരകത്തിലേക്കാണല്ലോ പോകുന്നത് എന്നാലോചിക്കുമ്പോഴാണ് സങ്കടം. കാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് മാപ്പിളമാരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണെന്ന് തോന്നുന്നു റോളണ്ട് E. മില്ലർ വിശദമായി തന്നെ മാപ്പിളമാരെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചത്. നീണ്ട 4 നൂറ്റാണ്ട് കാലത്തെ പഠനങ്ങളുടെ ഫലമായി ഉണ്ടാക്കിയ തൻ്റെ ഡോക്ടറേറ്റ് തിസീസ് അമേരിക്കയിലെ ഹാർട്ട്ഫോർഡ് തിയോളജിക്കൽ സെമിനാരിയിൽ റോളണ്ട് മില്ലർ സമർപ്പിച്ചു. ഈ തിസീസാണ് കേരളത്തിലെ മാപ്പിള മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രവണതകളിലേക്ക് ഒരു പഠനം അഥവാ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എ സ്റ്റഡി ഇൻ ഇസ്ലാമിക് ട്രെൻഡ്സ് എന്ന തലക്കെട്ടിൽ
1976 ഓറിയൻ ലോങ്മാൻ പ്രസിദ്ധീകരിക്കുന്നത്. മാപ്പിള മുസ്ലിങ്ങളെക്കുറിച്ച് നടന്ന സമഗ്രമായ ആദ്യത്തെ അക്കാദമിക പഠനമായി വിലയിരുത്തപ്പെടുന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് 1992 പുറത്തിറങ്ങി. 2ാം പതിപ്പാണ് തോമസ് കാർത്തികപുരം പരിഭാഷപ്പെടുത്തി മാപ്പിള മുസ്ലിങ്ങൾ എന്ന തലക്കെട്ടോടെ അതർ ബുക്സ് 2013 പ്രസിദ്ധീകരിച്ചത്. ക്രിസ്തുമത പ്രചാരണത്തിനായി സ്ഥാപിക്കപ്പെട്ട ഹാർട്ട്ഫോർഡ് തിയോളജിക്കൽ സെമിനാരിയാണ് തൻ്റെ ഗവേഷണത്തിന് റൊളാൻഡ് മില്ലർക്ക് ഡോക്ടറേറ്റ് നൽകിയത്. മുസ്ലിം ലോകത്തെ ചലനങ്ങളെക്കുറിച്ച് ക്രിസ്തുമത പ്രചാരകരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ 1911 മുതൽ തന്നെ ദ മുസ്ലിം വേൾഡ് എന്ന ജേണലും സെമിനാറി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വ്യത്യസ്ത നാടുകളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ മിടിപ്പറിഞ്ഞ് അതിനനുസൃതമായി അവർക്ക് സുവിശേഷം എത്തിക്കുവാൻ സഹായിക്കുകയാണ് ജേണലിൻ്റെ ദൗത്യം. മുസ്ലിങ്ങൾക്കിടയിൽ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇസ്ലാമിനെ അറിയുകയും മുസ്ലിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി മുസ്ലിം ഫ്രണ്ട്സ് ദ ഫെയ്ത്ത് ആൻഡ് ഫീലിംഗ്സ് എൻ ഇൻട്രഡക്ഷൻ ടു ഇസ്ലാം എന്ന പുസ്തകവും 1986 മില്ലർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലബാറിൽ നിന്ന് പോയ ശേഷം 1977 മുതൽ റെജിന സർവകലാശാലയിലെ ലൂതർ കോളേജിൽ ഇസ്ലാം ആൻഡ് വേൾഡ് റിലീജിയൻസ് വിഭാഗത്തിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. എങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ മിഷനറി പ്രവർത്തനങ്ങൾ നടത്താമെന്ന് തൻ്റെ 50 വർഷങ്ങളുടെ പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ 2006 പുറത്തിറങ്ങിയ അവസാനത്തെ കൃതിയാണ് മുസ്ലിംസ് ആൻഡ് ദ ഗോസ്പൽ എ റിഫ്ലക്ഷൻ ഓൺ ക്രിസ്ത്യൻ ഷെയറിംഗ് എന്ന പുസ്തകം. റോളണ്ട് മില്ലറുടെ നേതൃത്വത്തിൽ മലപ്പുറവും കോഴിക്കോടും വണ്ടൂരും കേന്ദ്രമാക്കിയുള്ള വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സേവനങ്ങളോടൊപ്പം മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് സുവിശേഷ യോഗങ്ങളും മതപ്രചാരണാർത്ഥമുള്ള ഗൃഹസന്ദർശന പരിപാടികളും വ്യാപകമായി നടന്നുവന്നു. വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സേവനങ്ങളെയെല്ലാം സ്വീകരിക്കുകയും മിഷനറിമാരുടെ മതത്തെ തള്ളിക്കളയുകയും ചെയ്യുകയെന്ന സമീപനമായിരുന്നു മാപ്പിളമാരുടേത്. മതത്തെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ലാത്ത സാധാരണക്കാരായ മാപ്പിളമാർക്ക് പോലും ഇസ്ലാമിനില്ലാത്ത എന്തെങ്കിലും ഒരു മികവ് ക്രൈസ്തവ ദർശനത്തിൽ കണ്ടെത്താനായില്ല എന്നതുകൊണ്ടാണിത്. മനുഷ്യർ പാപികളാണെന്ന് അട്ടഹസിച്ചുകൊണ്ടുള്ള സുവിശേഷ യോഗങ്ങളിലൂടെ പകർന്നു നൽകുന്ന ആശയങ്ങളിൽ എന്തെങ്കിലും ആകർഷണീയമായി ഉള്ളതായി അവർക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ആരെയും ജ്ഞാനസ്നാനം ചെയ്യിക്കുവാൻ മില്ലർക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല. പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിന് ശേഷവും മലബാറിലേക്കുള്ള സുവിശേഷ ദൗത്യം സമ്പൂർണമായ പരാജയമായിരുന്നുവെന്ന് സമ്മതിക്കാൻ പക്ഷേ മില്ലർ ഒരുക്കമായിരുന്നില്ല. കൂർമ്മമായ കനേഡിയൻ ബുദ്ധിയിൽ നിന്ന് അങ്ങനെ പുതിയൊരാശയം ഉടലെടുക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു മുസ്ലിമിനെ നേടുകയും അയാളെ ഉപയോഗിച്ച് മക്തി തങ്ങളുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ പത്തായപ്പുരയിൽ സൂക്ഷിച്ചത് വഴി തുരുമ്പെടുത്ത് നശിക്കാറായ ഇസ്ലാം നിന്നയിലൂടെയുള്ള സുവിശേഷീകരണത്തെ പൊടി തട്ടിയെടുത്ത് മൂർച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ആശയം. ഖുർആനും ഹദീസുകളും ഉപയോഗിച്ച് ബൈബിളിൻ്റെ ദൈവികത സ്ഥാപിക്കുകയും ഖുർആനിനെയും നബിയെയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുമത പ്രചാരണം നടത്തുകയും ചെയ്യുന്ന രീതി പിന്നീട് ആരംഭിക്കുന്നത് റവറൻ കെ അലവിയാണ്. റൊളാൻഡ് മില്ലറും സഹപ്രവർത്തകരുമാണ് അലവിയെ ക്രിസ്ത്യാനിയാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിസ്തുമത സ്വീകരണത്തിൻ്റെ കഥ നേരത്തെ നാം അപഗ്രഥിച്ചിട്ടുണ്ട്. റോളണ്ട് മില്ലർ എന്ന പാശ്ചാത്യൻ ബുദ്ധിജീവി എഴുതിയ പുസ്തകങ്ങളും അനുഭവങ്ങളും വായിക്കുകയും ഡോക്യുമെൻ്ററി കേൾക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ സത്യത്തിൽ മലബാർ മാപ്പിളമാർക്ക് അഭിമാനമാണ് തോന്നുക. 1/4 നൂറ്റാണ്ടോളം കാലം മലബാറിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടും മില്ലറെപ്പോലെ പ്രഗത്ഭനായ ഒരാൾക്ക് നേർക്കുനേരെ ആകെ ഒരു 10 വയസ്സുകാരനെ മാത്രമേ മലബാറിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ എന്ന സത്യം ഇസ്ലാമിനെക്കുറിച്ചും ഉമ്മത്തിനെക്കുറിച്ചും ഉണ്ടാക്കുന്ന അഭിമാനബോധം ചെറുതൊന്നുമല്ല. മുസ്ലിം സ്വത്വത്തിലുള്ള ആ അഭിമാനബോധത്തെ തകർക്കാനാണ് അലവിയെ ഉപയോഗിച്ചുകൊണ്ട് 1975 മുതൽ മില്ലറുടെ നേതൃത്വത്തിലുള്ള ലൂതറൻ മിഷനറി, പ്രത്യേകിച്ചും മറ്റ് സഭകളിലെ സുവിശേഷകർ പൊതുവായും ശ്രമിച്ചു വന്നത്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങൾക്ക് ആദ്യം സാമ്പത്തികമായി സഹായിച്ചിരുന്നത് അമേരിക്കയിൽ മിനസോട്ട കേന്ദ്രമായുള്ള ഫെയ്ത്ത് ലൂതറൻ ചർച്ചായിരുന്നു. 1988 മുതൽ അലവിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പൂർണ്ണമായും സ്പോൺസർ ചെയ്യുന്നത് കാനഡയിലെ റെജീന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോളണ്ട് മില്ലറുടെ നേതൃത്വത്തിലുള്ള
ദി മലബാർ മിഷൻ സൊസൈറ്റിയാണ്. ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ ക്രിസ്ത്യാനി എന്നാണ് അലവിക്കും മർക്കസുൽ ബിഷാറക്കും അതേപോലെയുള്ള മലബാറിലെ മിഷനറി സംഘങ്ങൾക്കും വേണ്ടി പണപ്പിരിപ്പ് നടത്താൻ വേണ്ടി പുറത്തിറക്കുന്ന മലബാർ മിഷൻ ന്യൂസ് ലെറ്റർ സ്പ്രിംഗ് 2004 വോള്യം 11 നമ്പർ 1 മില്ലർ അലവിയെ പുകഴ്ത്തിയിരിക്കുന്നത്. മർക്കസുൽ ബിഷാറയുടെ പ്രവർത്തനങ്ങൾ തീരെ ഫലം കണ്ടിട്ടില്ല എന്നുമല്ല മുകളിൽ പറഞ്ഞതിനർത്ഥം. റവറന്റ് അലവിക്ക് ശേഷം ചിലരെല്ലാം ക്രിസ്തുമതം സ്വീകരിച്ചതായി റോളൻ മില്ലർ തന്നെ തന്റെ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. കായംകുളത്ത് നിന്ന് പി അലവിയാണ് പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചത്. അദ്ദേഹം മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുള്ള രണ്ടാമത്തെ ലൂഥറൻ പാസ്റ്ററായി. അധ്യാപകനായ അബ്ദുറഹ്മാനും ഭാര്യ ആയിഷയും അവരുടെ 2 മക്കളുമാണ് ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ മാപ്പിള കുടുംബം. ബിരുദധാരികളായ അബ്ദുൽ കരീം നഫീസ ദമ്പതികളും മകനുമാണ് പിന്നീട് ജ്ഞാനസ്നാനം ചെയ്തത്. ഇത്രയും പേരെക്കുറിച്ച് മാത്രമാണ് മില്ലർ തന്റെ ഡോക്യുമെന്ററിയിൽ പറയുന്നത്. ഈ ലിസ്റ്റിൽ ചേർക്കാൻ ഏതാനും പേര് കൂടി ഉണ്ടായിരിക്കാം. എന്നാൽ ആ ലിസ്റ്റ് വല്ലാതെ നീളുകയില്ല. എന്താണ് കാരണം? ഖുർആൻ ആയത്തുകളെയും നബി വചനങ്ങളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അലവിമാരുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്തുമത പ്രചാരണത്തിനെതിരെ സമുദായം ഉണർന്നു. ഉമ്മത്ത് ഒരുമിച്ച് അതിനെ പ്രതിരോധിച്ചു. ഇസ്ലാമിനും ഖുർആനിനും നബിക്കുമെതിരെയുള്ള പ്രചാരണങ്ങളെ മുസ്ലിം പണ്ഡിതർ നേരിട്ടത് ബൈബിളിനെ പരിചയാക്കിക്കൊണ്ട് തന്നെയാണ്. തന്റെ പാശ്ചാത്യൻ സ്പോൺസർമാരെ വിശ്വസിപ്പിക്കാൻ അലവി ശ്രമിക്കുന്നത് പോലെ ചങ്ങലയിൽ ബന്ധിച്ചും മർദ്ദിച്ചും കെട്ടിയിട്ടടിച്ചും നിലത്ത് വലിച്ചിഴച്ചും പച്ചമുളക് കണ്ണിൽ തേച്ചും പുസ്തകം കത്തിച്ചു കളഞ്ഞുമല്ല മുസ്ലിങ്ങൾ മിഷണറിമാരെ നേരിട്ടത്. ബൈബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മുസ്ലിങ്ങളുടെ പ്രതിരോധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അലവിമാർക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല. ക്രിസ്ത്യാനികളിൽ പലർക്കും ക്രിസ്തു യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് ഇസ്ലാമായിരുന്നുവെന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് അതുവഴിയുണ്ടായത്. നിരവധി പേർക്ക് സത്യമതത്തിലെത്താൻ അത് നിമിത്തമായി തീർന്നു. അൽഹംദുലില്ലാ. ഖുർആനിന്റെയും ഹദീസുകളുടെയും അറബി മൂലം ഉദ്ധരിക്കുകയും അവയെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്ത് ക്രിസ്തുമതമാണ് സത്യമെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള നിരവധി പുസ്തകങ്ങൾ മർക്കസുൽ ബിഷാറ പുറത്തിറക്കി. ഇസ്ലാമിനെതിരെയുള്ള ഏറ്റവും മാരകമായ ആയുധങ്ങൾ തിരികെ വെച്ചുകൊണ്ടുള്ള ഫാണ്ടറുടെ മീസാനുൽ ഹക്കിന്റെ മലയാള പരിഭാഷ 2 വാള്യങ്ങളായാണ് ബിഷാറ പ്രസിദ്ധീകരിച്ചത്. അതുകൂടാതെ ഇസ്കന്ദർ ജദീദ്, സക്കരിയ ബുത്രൂസ്, സുൽത്താൻ മുഹമ്മദ്, റവറൻ ക്ലെയർ ടിസ്റ്റാൽ, അബ്ദുൽ മസീഹ്, കെ അലവി തുടങ്ങിയവർ മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെ എഴുതിയ 40ഓളം പുസ്തകങ്ങൾ ബിഷാറ പ്രസിദ്ധീകരിക്കുകയും മുസ്ലിം വീടുകളിൽ ഗൃഹസന്ദർശനങ്ങൾ നടത്തി വിതരണം നടത്തുകയും ചെയ്തു. കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മേൽവിലാസം സംഘടിപ്പിക്കുകയും അവർക്ക് കലണ്ടറുകളും പുസ്തകങ്ങളും അയച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ബിഷാറയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന്. വളർന്നു വരുന്ന മുസ്ലിം യുവാക്കളുടെ മനസ്സുകളിൽ ഇസ്ലാമിനെയും ഖുർആാനിനെയും നബിയെയും കുറിച്ച തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയും അവരിൽ ഇസ്ലാമിനെ കുറിച്ച അപകർഷതാബോധം ഉണ്ടാക്കി തീർക്കുകയും അങ്ങനെ മെല്ലെ ക്രൈസ്തവരാക്കി തീർക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ളതായിരുന്നു ബിഷാറയുടെ പ്രവർത്തനങ്ങളെല്ലാം. ബിഷാറ തുടങ്ങിയത് പിന്നീട് മറ്റു പലരും ഏറ്റെടുത്തു. മഞ്ചേരിയിൽ തന്നെ ഒരു അബ്ദുൽ ഹക്ക് നൂറുൽ ആലം മിനിസ്ട്രീസ് എന്ന സ്ഥാപനമുണ്ടാക്കി മുസ്ലിങ്ങളെ വഴിതെറ്റിക്കാനായുള്ള ബിഷാറയുടേതിന് സമാനമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. കായംകുളത്ത് പാസ്റ്റർ പി അലവിയുടെ നേതൃത്വത്തിൽ കാൾ ഓഫ് ഹോപ്പ് എന്ന സംഘടനയും സമാനമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. ഇവർക്കെല്ലാമുള്ള സഹായങ്ങൾ പാശ്ചാത്യൻ നാടുകളിൽ നിന്നും പ്രവഹിച്ചു. മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മാമോദീസ മുക്കുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്തുമത പ്രചാരണത്തോട് തികച്ചും സൗഹൃദപരവും മാന്യവുമായാണ് കേരളത്തിലെ മുസ്ലിം സമുദായം പ്രതികരിച്ചത്. ക്രിസ്തു പഠിപ്പിച്ച മതം ഇസ്ലാമാണെന്നും തൗറാത്തും ഇഞ്ചീലുമെന്നും അവയുടെ വിശുദ്ധിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നുമുള്ള സത്യം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ മുസ്ലിങ്ങൾ സംഘടിപ്പിച്ചു. കേരള മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ് ഇക്കാര്യത്തിൽ ആദ്യമായി ഇടപെട്ടത്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ തന്നെ നേരിട്ട് രംഗത്തെത്തി. നിലമ്പൂരിനടുത്ത് എടക്കരയിൽ വെച്ച് 1981 ഫെബ്രുവരി മാസം 20-21 തീയതികളിൽ ബൈബിളും ഖുർആനും എന്ന വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം ആ വിഷയത്തിലുള്ള ഇസ്ലാമിക നിലപാട് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു. സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള സംഘാടകരായ ഹിമായത്തുൽ ഇസ്ലാം സംഘത്തിന്റെ നോട്ടീസ്
എത്ര പക്വമായാണ് മുസ്ലിം സമൂഹം ഈ മിഷനറി വെല്ലുവിളിയെ നേരിട്ടതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. നോട്ടീസ് ഇങ്ങനെയാണ്: മാന്യരെ, ക്രിസ്തീയ സഭകളിലെ ചില വിഭാഗങ്ങൾ വിശുദ്ധ ഖുർആാനിനെയും ഇസ്ലാം മതത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മിഷനറി പ്രവർത്തനം പ്രസംഗങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമുകൾക്കും അവരുടെ കടമ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. സത്യമായും നിത്യമായതും വിശ്വാസയോഗ്യവും പ്രായോഗികവുമായ മതം ഏതാണെന്ന് സത്യാന്വേഷികൾക്ക് അറിയണമെങ്കിൽ ബൈബിളും ഖുർആനും അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം പ്രസക്തമായ ചില സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാകും. ബൈബിൾ പുതിയ നിയമം എന്ന് ആര് എന്തിനുണ്ടാക്കി? മോശയുടെ ന്യായപ്രമാണം എന്തു ചെയ്തു? ക്രിസ്തു ഉപദേശിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസമോ ബഹുദൈവ വിശ്വാസമോ? ഏകത്വത്തിൽ നാനാത്വം കൽപ്പിച്ച് ത്രിയേകത്വ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ വിശ്വാസം ശരിയാണോ? ദൈവികമായ മതഗ്രന്ഥം ഏതാണ്? മനുഷ്യജാതനായ ക്രിസ്തു ദൈവപുത്രനാകുന്നത് എങ്ങനെ? യഥാർത്ഥത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എല്ലാവരുടെയും പാപമോചനത്തിനാണെന്ന വിശ്വാസം യുക്തിസഹമാണോ? എങ്കിൽ സൽക്കർമ്മ ദുഷ്കർമ്മ ചിന്തകൾക്ക് എന്താണ് പ്രസക്തി? വിശുദ്ധ ഖുർആനിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ദൗത്യം ഇഞ്ചീൽ അംഗീകരിച്ചിരുന്നുവോ? ഇന്നത്തെ ബൈബിളിന്റെ സാധുതയെ ഖുർആൻ സാക്ഷീകരിക്കുന്നുണ്ടോ? ഇസ്രായേലിലെ കാണാതെ പോയ കുഞ്ഞാടുകളുടെ അടുക്കലേക്കല്ലാതെ സുവിശേഷം അറിയിക്കാൻ യേശു സ്വന്തം ശിഷ്യന്മാരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നുവോ? പിന്നെ എന്തിനാണ് അന്യജാതികളെ വേട്ടയാടുന്ന സുവിശേഷം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത്യാദി സംശയങ്ങൾക്കും മർക്കസുൽ ബിഷാറയുടെയും ബൈബിൾ ഫെലോഷിപ്പ് സെന്ററിന്റെയും ഇസ്ലാമിനെതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണങ്ങൾക്കും കുൽസിത പ്രവർത്തനങ്ങൾക്കും വിശുദ്ധ ഖുർആനിലെയും ബൈബിളിലെയും വാക്യങ്ങളും തെളിവുകളും നിരത്തിവെച്ച് മറുപടി പറയുന്നു. കൂട്ടം കൂട്ടമായി പങ്കെടുത്ത് സത്യം ഗ്രഹിക്കുവാൻ എല്ലാ മതവിശ്വാസികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മുജാഹിദ് പണ്ഡിതരും ഇക്കാര്യത്തിൽ പിറകിലായിരുന്നില്ല. മർക്കസുൽ ബിഷാറയിലൂടെ ക്രിസ്തുമതം സ്വീകരിച്ച അറബി അധ്യാപകനും പഠിക്കുന്ന കാലത്ത് തന്റെ വിദ്യാർത്ഥിയുമായിരുന്ന അബ്ദുറഹ്മാനെ കത്തിൽ ബന്ധപ്പെട്ട് ഈസാ നബിക്ക് അള്ളാഹു അവതരിപ്പിച്ച ഇഞ്ചീൽ അയച്ചു തരാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് മറുപടിയൊന്നുമില്ലാത്തതിനാൽ അദ്ദേഹത്തെയും ഭാര്യ ആയിഷയെയും നേരിൽ പോയി കണ്ട് യേശു ദൈവപുത്രനാണോ എന്ന വിഷയത്തിൽ ഒരു പരസ്യ സംവാദത്തിന് ബിഷാറയെ വെല്ലുവിളിക്കുകയും ചെയ്ത സംഭവം കെ ഉമർ മൗലവി തന്റെ ജീവചരിത്രമായ ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. MK ഹാജിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ടെന്നും അതിൽ തങ്ങളുടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ബിഷാറക്കാർക്ക് കത്തെഴുതി. MK ഹാജിയുടെ അധ്യക്ഷതയിൽ സമ്മേളനം നടന്നു. ബിഷാറക്കാർ വന്നില്ല. സമ്മേളനത്തിൽ കേരള മുജാഹിദീനിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന അലി അബ്ദുറസാഖ് മദനി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയും ബിഷാറക്കാരുടെ ദുഷ്പ്രചരണങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. അതിനുശേഷം അലി അബ്ദുറസാഖ് മദനിയും ഖുർആൻ വ്യാഖ്യാതാവായ മുഹമ്മദ് അമാനി മൗലവിയും ചേർന്നെഴുതിയ ബൈബിളിന്റെ വിശ്വസനീയത എന്ന ഗ്രന്ഥം കേരള നേതൃത്വ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചു. ബൈബിൾ വിമർശന രംഗത്ത് മുസ്ലിം കൈരളിയിൽ നിന്ന് സ്വാതന്ത്ര്യാനന്തരമുണ്ടായ ആദ്യ കൃതികളിൽ ഒന്നാണിത്. ബൈബിൾ ദൈവികമാണെന്ന ബിഷാറക്കാരുടെ വാദത്തെ മിഷനറിമാരുടെ ഉദ്ധരണികൾ ഉപയോഗിച്ച് അപഗ്രഥിക്കുന്ന ഉജ്ജ്വലമായ ഈ കൃതിയിലെ വാദങ്ങൾക്കൊന്നും മിഷനറിമാർ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് മർക്കസുൽ ബിഷാറയുടെ ലഘുലേഖ ആദ്യമായി ലഭിക്കുന്നത്. ഓർമ്മ ശരിയാണെങ്കിൽ ഈസാ നബിയുടെ യാഥാർത്ഥ്യം എന്ന തലക്കെട്ടോടു കൂടിയ ഒരു ചെറിയ പുസ്തകം. കേരള മുസ്ലിങ്ങൾക്ക് മാത്രം പരിചയമുള്ള എഴുത്തുശൈലിയായ തിരൂരങ്ങാടി അച്ചിൽ തന്നെ ഖുർആൻ വചനങ്ങൾ അച്ചടിച്ചുകൊണ്ടുള്ള പുസ്തകം പരപ്പനങ്ങാടി അങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ഒരു സുവിശേഷ യോഗത്തിൽ വെച്ചാണ് കിട്ടിയത്. പുസ്തകത്തിന്റെ വലിപ്പം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഓമനത്തമുള്ള ഒരു കൊച്ചു പുസ്തകം. നിലത്ത് വലിച്ചെറിയാൻ സാധ്യതയുള്ള കടലാസുകളിലൊന്നും മുസ്ലിങ്ങൾ അറബി മൂലത്തിലുള്ള ഖുർആൻ വചനങ്ങൾ സാധാരണയായി അച്ചടിക്കാറില്ല. ദൈവിക വചനങ്ങളായതുകൊണ്ട് തന്നെ അവയെ അലക്ഷ്യമായി വലിച്ചെറിയുകയോ അബദ്ധത്തിൽ ചവിട്ടുകയോ മറ്റോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് കരുതുന്നത് കൊണ്ടാണിത്. സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ഹഫിലേതുപോലെ ഖുർആൻ എഴുതിയിരിക്കുന്ന ലഘുലേഖയിൽ എന്താണ് പറയുന്നതെന്നറിയാനുള്ള ആകാംക്ഷയോടെ അന്നത്തെ 13കാരൻ അത് വായിച്ചു നോക്കിയെങ്കിലും കാര്യമായി യാതൊന്നും മനസ്സിലായില്ല. ചെറുപ്പത്തിലെ മതരംഗത്ത് വഴികാട്ടിയായിരുന്ന ഉപ്പാനോട് ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല.
വലുതാവുമ്പോൾ മനസ്സിലാക്കാൻ പ്രായമാകുമ്പോൾ എല്ലാം മനസ്സിലായിക്കൊള്ളും. അത് പറയുമ്പോൾ എൻ്റെ ഉപ്പ എനിക്കായി മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഫലമായിരിക്കാം വലുതായപ്പോൾ അത്തരം പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട പലതും മനസ്സിലാക്കുവാനുള്ള അനുഗ്രഹം അള്ളാഹു എനിക്ക് നൽകിയത്. അൽഹംദുലില്ലാ. ഇന്ത്യയിൽ പൊതുവെയും മലബാറിൽ വിശേഷിച്ചുമുള്ള മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അന്തമാനിലും കേരളത്തിലും വെച്ച് ലഭിക്കാവുന്ന മിഷനറി ആനുകാലികങ്ങളിലൂടെയും സാക്ഷ്യങ്ങൾ ചിത്രീകരിച്ച വീഡിയോകളിലൂടെയുമെല്ലാം കണ്ണുവായിക്കാനുള്ള അവസരമുണ്ടായി. തങ്ങൾ ശരിയെന്ന് കരുതുന്ന ആശയങ്ങൾ സ്വീകരിപ്പിക്കാനായി പ്രയത്നിക്കുന്ന മിഷനറിമാരോട് ഒരു വശത്ത് ആദരവാണ് തോന്നിയത്. എന്നാൽ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനിയാക്കിയാൽ മതി എന്ന രീതിയിലുള്ള അവരുടെ യത്നങ്ങളോട് വെറുപ്പും എതിർപ്പും തന്നെയാണ് മനസ്സിലുണ്ടായത്. ആദർശ പ്രബോധനം മാത്രമാണ് ആശയപ്രചാരണത്തിനുള്ള മാർഗമെന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം മിഷനറിമാരുടെ ചെയ്തികളിൽ പലതിലും കാണാനാവുക കോപ്രായങ്ങളാണ്. ആദിവാസി ദൈവങ്ങളുടെ ലോഹവിഗ്രഹങ്ങളെല്ലാം വെള്ളത്തിൽ താണുപോകുമ്പോൾ മെഴുകുകൊണ്ട് നിർമ്മിച്ച ക്രിസ്തു വിഗ്രഹം മാത്രം പൊങ്ങിക്കിടക്കുന്നത് കാണിച്ച് ക്രിസ്തുവിന്റെ വലുപ്പം ബോധ്യപ്പെടുത്തിയ സുവിശേഷകന്റെ ആത്മരതി. പഠനയാത്രക്ക് പോയ വിദ്യാർത്ഥികളുടെ ബസ് ആരോരുമില്ലാത്ത ചുരത്തിൽ നിന്നു പോയപ്പോൾ ഭയന്നുപോയ വിദ്യാർത്ഥികളോടൊപ്പം അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് ബസ് തള്ളുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്ത് തള്ളി വിയർപ്പൊലിപ്പിച്ചിട്ടും സ്റ്റാർട്ടാകാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഇനി എല്ലാവരും കൂടി യേശുവിനെ വിളിക്കാൻ ആവശ്യപ്പെടുകയും യേശുവിനെ വിളിച്ച് തള്ളിയപ്പോഴേക്ക് ബസ് റെഡിയാവുകയും ചെയ്ത് എല്ലാ കുട്ടികളുടെയും മനസ്സ് ക്രിസ്തുവിലാക്കുകയും ചെയ്ത അധ്യാപക മിഷനറിയുടെ വീമ്പ് പറച്ചിൽ. ക്രിസ്ത്യൻ പള്ളികളോടനുബന്ധിച്ച് സ്ഥാപിച്ചിരിക്കുന്ന മിറക്കിൾ ബോക്സിൽ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദൈവത്തിന് കുറിപ്പുകൾ എഴുതിയിടുവാൻ ആദിവാസികളോട് ആവശ്യപ്പെടുകയും ദിവസങ്ങൾക്കുള്ളിൽ ആരോരും അറിയാതെ പ്രസ്തുത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞ ശേഷം അത് ക്രിസ്തുവിൽ നിന്നുള്ളതാണെന്ന് ധരിപ്പിച്ച് അവരെ മാമോദീസ മുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തതിനെ കുറിച്ചുള്ള സ്വയം പുകഴ്ത്തൽ. മുസ്ലിങ്ങൾക്കിടയിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ തനിക്ക് മതം മാറ്റത്തിന് കാരണമായ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ: എനിക്ക് വളരെ അത്യാവശ്യമായി കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. ആരും എന്നെ സഹായിച്ചില്ല. അവസാനം ഞാൻ മനമുരുകി ക്രിസ്തുവിനോട് ചോദിച്ചു. പിറ്റേന്ന് ഒരു അപരിചിതൻ എൻ്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടുവന്നു തന്നു. തുറന്നു നോക്കിയപ്പോൾ എനിക്കാവശ്യമായ കൃത്യം തുക. മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നതിനായുള്ള മിഷനറി പരിശ്രമങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അതും മുകളിൽ പറഞ്ഞതുപോലെയുള്ള ഒരു കോപ്രായമായി മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ അത് സൃഷ്ടിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച തെറ്റിദ്ധാരണകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച അബദ്ധധാരണകളുമാണെന്നും അതുവഴി സമൂഹങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവുമാണ് ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കുമ്പോഴാണ് അതിനെതിരെ എന്ത് ചെയ്യാനാകുമെന്ന ചിന്ത ഉയരുന്നത്. ക്രിസ്തുമത പഠനത്തിന് പ്രചോദനമായത് ജഡ്ജിയായിരുന്നുവെങ്കിൽ അതിനുള്ള ആവേശം നൽകിയത് റവറന്റ് അലവിയും മർക്കസുൽ ബിഷാറയുമായിരുന്നു. ഉപ്പ ആഗ്രഹിച്ചതും ദുആ ചെയ്തതും പോലെ ആ ലഘുലേഖയിൽ നിന്ന് തുടങ്ങിയ എനിക്ക് സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെല്ലാം വലുതായപ്പോൾ മനസ്സിലായി. ക്രിസ്തു ഏതെങ്കിലും ഒരു മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമാണെന്ന് മനസ്സിലായി. പൗലോസ്ലീഹ അടിത്തറയിടുകയും സ്റ്റോയിക് തത്വശാസ്ത്ര ചിന്തകളാൽ തെർത്തുല്യൻ പരിപോഷിപ്പിക്കുകയും കോൺട്രാമുണ്ടും ജീവിത വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തനാഷ്യസ് വിശദീകരിക്കുകയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറപ്പെടുവിച്ച മിലാൻ രാജശാസനത്തിന്റെ താൽപര്യപ്രകാരം ആശയരൂപീകരണങ്ങൾ നടത്തുകയും സെന്റ് അഗസ്റ്റിന്റെയും തോമസ് അക്വിനാസിന്റെയും ജസ്റ്റ് വാർ തിയറിയുടെ അടിസ്ഥാനത്തിലുള്ള സൈനിക നീക്കങ്ങളിലൂടെ ലോകമെങ്ങും വ്യാപിക്കുകയും ചെയ്ത ക്രിസ്തുമതത്തിന്റെ ആശയങ്ങൾക്ക് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പലസ്തീനിൽ ജീവിച്ച ക്രിസ്തുവെന്ന മഹാപ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലായി. ക്രിസ്തുമത പ്രചാരണത്തിന്റെ മറവിൽ നടക്കുന്നത് പാശ്ചാത്യരുടെ ഒരുതരം സാംസ്കാരിക അധിനിവേശമാണെന്ന് മനസ്സിലായി. മുസ്ലിങ്ങൾ ഉള്ളിടത്തെല്ലാം മിഷനറി പ്രവർത്തനം വഴി ഇസ്ലാം വിരോധത്തിന്റെയും വെറുപ്പിന്റെയും പ്രചാരണമാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. ക്രിസ്തുവിലേക്ക് ആളുകളെ നേടിയെടുക്കാനെന്ന പേരിൽ ഏതുതരം കുതന്ത്രങ്ങളും വഞ്ചനകളും നടത്താൻ മിഷനറിമാർ സന്നദ്ധമാകുമെന്ന് മനസ്സിലായി. മുസ്ലിങ്ങൾക്കിടയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നതിനേക്കാളധികം ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കി മുസ്ലിം യുവാക്കളെ മതരഹിതരാക്കുകയാണ് മിഷനറിമാരുടെ ലക്ഷ്യമെന്ന് മനസ്സിലായി. ഇസ്ലാമിനെയും ഖുർആാനിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുറിച്ച്
മുസ്ലിങ്ങൾക്കുള്ള അഭിമാനബോധത്തെ തകർക്കുകയാണ് സുവിശേഷീകരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് മനസ്സിലായി. മുസ്ലിം യുവാക്കളിൽ ഇസ്ലാമിനെക്കുറിച്ച് അപകർഷതയുണ്ടാക്കാനായി നേരും നെറിയുമില്ലാത്ത മാർഗങ്ങൾ എന്തും ഉപയോഗിക്കാൻ മിഷനറിമാർക്ക് മടിയില്ലെന്ന് മനസ്സിലായി. അതിനായി കടുത്ത നിരീശ്വരവാദികളെപ്പോലും വിലക്കെടുക്കാൻ മിഷനറിമാർക്ക് യാതൊരു വൈമനസ്യവുമില്ലെന്ന് മനസ്സിലായി. ഈ മനസ്സിലാക്കലുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ മെല്ലെ മെല്ലെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ എല്ലാം സ്വാധീനം പിൽക്കാല പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മനസ്സിലാക്കലുകളിൽ ഏതെങ്കിലും അബദ്ധമായിരുന്നുവെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ജീവിതാനുഭവങ്ങളൊന്നും അവ തിരുത്തണമെന്ന് പഠിപ്പിച്ചിട്ടുമില്ല.